ചാനൽ സൂപ്പർ ലീഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീക്ക് 46, നവംബർ 9 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലെ ടെലിവിഷൻ റേറ്റിംഗിന്റെ ഒരു വിശകലനമാണ്. നമുക്കാദ്യം ന്യൂസ് ചാനൽസിന്റെ ഒരു സ്റ്റാറ്റസ് നോക്കാം. സ്ഥിരം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് തന്നെ നിൽക്കുന്ന ഡോമിനേഷൻ ഏഷ്യാനെറ്റ് ന്യൂസ് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 പൊസിഷനിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഉണ്ട്, സെക്കൻഡ് പൊസിഷനിൽ റിപ്പോർട്ടർ ഉണ്ട്, തേർഡ് പൊസിഷൻ 24 ന്യൂസ്. ഈ പൊസിഷനിലൊന്നും ഒരു മാറ്റങ്ങളും ഇല്ല. പക്ഷെ നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ആഴ്ച ലാസ്റ്റ് ബാർക്ക് കുറച്ച് റേറ്റിംഗ് കൂടാൻ സാധ്യതയുണ്ട്. കാരണം വയനാട് ഇലക്ഷന്റെ ഒരു ഡേ അതിൽ കയറി വന്നിരുന്നു. പക്ഷെ കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ പൊളിറ്റിക്സ് അതിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ഡേ ബാൻഡിലുള്ള ഒരു ഓവറോൾ വ്യൂവേഴ്സിന്റെ ഒരു ട്രാഫിക് കണ്ടിട്ടില്ല. കാരണം എല്ലാ ചാനൽസിലും, ഓൾമോസ്റ്റ് ന്യൂസ് ചാനൽസിലെല്ലാം തന്നെ വ്യക്തമായ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു കഴിഞ്ഞ ആഴ്ചയെക്കാട്ടും ഒരു 1.5 പോയിന്റോളം കുറഞ്ഞ് 90.67 അവർക്ക് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ദെൻ റിപ്പോർട്ടർ സെക്കൻഡ് പൊസിഷനിലുണ്ട്. നല്ല ഗ്യാപ്പ് ഉണ്ട് ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിൽ. 75.13 അവർ ഗെയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് പൊസിഷൻ 24 ന്യൂസ്. 24 ന്യൂസിന് 55.25 ഫലത്തില് ഈ 3 ചാനൽ നോക്കുമ്പോൾ ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന ഈ 3 ചാനൽസ് ആണ്. ഈ 3 ചാനലിൽ കുറച്ച് കൂടുതൽ ഡ്രോപ്പിന്റെ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നോർമൽ ഓവറോൾ ന്യൂസ് ചാനൽസിന്റെ ഡ്രോപ്പ് ഉണ്ട്, പക്ഷെ അതിൽ കുറച്ചും കൂടി കൂടുതൽ ഡ്രോപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് 24 ന്യൂസ് ആണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ആ ഡ്രോപ്പ് എനിക്ക് തോന്നുന്നു ഓണത്തിന് ശേഷം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് അവർക്ക് വന്നിട്ടില്ല. പക്ഷെ കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ ചാനൽ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് 24 റിപ്പോർട്ടറും ഏഷ്യാനെറ്റ് ന്യൂസും ഒക്കെ സബ്ജക്ട് ഡെലിവറി ചെയ്യണത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. സബ്ജക്ട് ബ്രേക്ക് ചെയ്യണതും ആർക്കും ഒരു അത്ഭുതങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരേ പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഒരുപക്ഷെ റേറ്റിംഗ് കുറയുന്നത് ഒരുപക്ഷെ ആൾക്കാരുടെ വ്യൂവിംഗ് ഹാബിറ്റ് മാറുന്നതിന്റെ ഒരു ടെൻഡൻസി ചിലപ്പോൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ പുതുമയില്ലായ്മ ഇരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ വന്നേക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ഡ്രോപ്പ് എന്ന് തോന്നുന്നു. ദെൻ ഫോർത്ത് പൊസിഷനിൽ മനോരമയ്ക്ക് വീക്ക് 46 കിട്ടിയിരിക്കുന്നത് 41.99, 42 പോയിന്റ്. ആൻഡ് മാതൃഭൂമിക്ക് 33.31. ആൻഡ് ജനം 22.77. കൈരളിക്ക് 21.22. ന്യൂസ് 18 12.39. മീഡിയ 1 9.35. ഓവറോൾ എല്ലാ ന്യൂസ് ചാനൽസിലും ഡ്രോപ്പ് ഉണ്ട്. 1 പോയിന്റ്, 2.5 പോയിന്റ്. റിപ്പോർട്ടറാണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഉള്ളത്. അങ്ങനെ നോക്കുക, 24 ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഉള്ളത്. 6 പോയിന്റോളം അവർക്ക് കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടും ഡ്രോപ്പ് ഈ ആഴ്ച വന്നിട്ടുണ്ട്. ഇതൊരു പക്ഷേ രാഷ്ട്രീയം അതിന്റെ പേര് തന്നെയാവുന്നതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം പൊതുവെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പൊളിറ്റിക്സിന്റെ ഒരു കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു ഡെയിലി ഒരു ന്യൂസ് ഗ്യാതറിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡേ ബാൻഡിൽ പൊതുവെ ഈ ഡിസ്കഷൻസ് ഒഴിച്ചിട്ടുള്ള സമയത്ത് ഹാപ്പനിങ്സ് അവർ എന്ന് പറയുന്ന ഡേ ബാൻഡുകളിൽ പൊതുവെ ആൾക്കാരുടെ ട്രാഫിക് വന്ന് നോക്കി പോകുക മാത്രമേ ഉള്ളൂ. ഒരു സസ്റ്റെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള വ്യൂവർഷിപ്പ് അവിടെ കിട്ടുന്നില്ലാത്തത് കൊണ്ടാവാം ഒരുപക്ഷെ ഈ ന്യൂസ് ചാനൽസ് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതൽ പൊളിറ്റിക്കൽ ന്യൂസ് വരുന്ന സമയത്ത് മറ്റുള്ള ന്യൂസിനെക്കാട്ടും കുറച്ചുകൂടി റേറ്റിംഗ് കുറവ് കാണിക്കുന്നത്. അതെന്തായാലും നമുക്ക് ന്യൂസ് ചാനൽസിന്റെ, പക്ഷെ ഇപ്പോഴത്തെ പോകുന്ന ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നോർമൽ ഗ്രോത്ത് തന്നെ. നോർമലി ഉള്ള ന്യൂസ് ചാനൽ കേരളത്തിൽ അച്ചീവ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അത് ഇപ്പൊ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഒരേ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. ദെൻ എന്റർടൈൻമെന്റ് ചാനലിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, സ്ഥിരം പറയുന്ന ഡയലോഗ് തന്നെ. പക്ഷെ അവിടെയും എന്റർടൈൻമെന്റ് ചാനലിലും മെയിൻ ചാനലിന് ഏഷ്യാനെറ്റിന് ഡ്രോപ്പ് ഉണ്ട്. കേരള 2+ല് ഏഷ്യാനെറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടും ഒരു 54 പോയിന്റ് മൈനസ് ആണ്, കുറഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 603.23. ആൻഡ് സി കേരളം സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട് 192.8. ആൻഡ് തേർഡ് പൊസിഷൻ മഴവില്ലാണ് കേരള 2+ലുള്ളത് 188.65. ദെൻ ഫ്ലവേഴ്സ് 4ാമത്തെ പൊസിഷനിൽ 157.2. ഏഷ്യാനെറ്റ് മൂവീസ് ആണ് ഇത്തവണ 2+ല് 5th പൊസിഷൻ നിൽക്കുന്നത് 132.62.
ഇതിലെ ഒരു ട്രെൻഡ് എപ്പോഴും തോന്നുന്നത് എന്റർടൈൻമെന്റ് ചാനലിൽ വേറെ കൂടുതൽ കാര്യങ്ങളില്ല. കാരണം പ്രൈം ടൈം കംപ്ലീറ്റ് സോപ്പ് സീരിയൽസ് തന്നെയാണ് വരുന്നത്. ദെൻ ബാക്കിയുള്ള ഷോസ് വരുന്നത് 1-2 ഷോസാണ് ആകെ വരുന്നത്. അപ്പോൾ അതിന്റെ ഒരു റേറ്റിംഗ് വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും വലിയൊരു ഗ്രോത്ത് അതിലില്ല, ഡ്രോപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. മൂവീസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. ഇത് സെയിം ടൈം നമ്മുടെ ഫീമെയിൽ പ്ലസ് എടുക്കുമ്പോൾ ഫീമെയിൽ ആൻഡ് മെയിൽ പ്ലസ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഗ്രോത്ത് ഉണ്ട്. 5th പൊസിഷനിൽ സൂര്യയാണ് നിൽക്കുന്നത്, മൂവി ചാനലല്ല നിൽക്കുന്നത്. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 5th പൊസിഷൻ സിനിമയാണ് മൂവി ചാനലിൽ നിൽക്കുന്നത്. ആ മൂവിക്ക് ഇപ്പോഴും നല്ല ഒരു വീണ്ടും അതൊരു നല്ല കാലം ഇടക്കാലത്ത് ഉണ്ടായിരുന്ന പോലെ വീണ്ടും ഒരു സുവർണ്ണകാലം വരികയാണെന്ന് ഒരു തോന്നലുണ്ട്. കാരണത്തിൽ പൊതുവെ കുറച്ചും കൂടി മൂവീസ് റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നല്ല ടൈറ്റിൽസ് വരുമ്പോൾ അത്യാവശ്യം സിനിമകൾ റേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എങ്കിലും സീരിയൽ തന്നെയാണ് കൂടുതൽ നോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്റർടൈൻമെന്റ് ചാനൽസിൽ. അതിൽ തന്നെയാണ് കൂടുതൽ ട്രാഫിക് ഉള്ളത്. പിന്നെ ഈ എന്റർടൈൻമെന്റ് ചാനലിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിലേക്ക് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലാണെങ്കിലും രാവിലെ മുതൽ സീരിയൽ കാണുന്നതിന്റെ ഒരു ട്രാഫിക് ഉണ്ട്. ഒരു പക്ഷെ അത് പ്രൈം ടൈമിലെ ട്രാഫിക് ഒരു പക്ഷെ ഒരു ചെറിയ രീതിയിലൊരു ഡ്രോപ്പ് കാണിച്ചേക്കാം. എങ്കിലും സീരിയൽസിന്റെ റേറ്റിംഗ് എല്ലാ ചാനലിലും നമ്മൾ നോക്കും. ഞാൻ പറയുന്നില്ല, ഗ്രോത്ത് പോയിന്റ്സ് പറയുന്നില്ല, എങ്കിൽ പോലും ഒരു വ്യത്യാസമില്ല. സെയിം കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് എന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാനൊന്നുമില്ല. ആ ലോഞ്ചിങ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ആ ഓരോ സീരിയൽസും പോയിക്കൊണ്ടിരിക്കുന്നത്. മഴവിൽ മാത്രമാണ് ഈ അടുത്ത് 2-3 സീരിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പുതിയതായിട്ട്. പക്ഷെ അതിനും വിചാരിച്ച പോലുള്ള ഒരു അതിനു മുമ്പുള്ള സ്ലോട്ടിന്റെ അതേ ഗ്രോത്ത് തന്നെയാണ്, അല്ലെങ്കിൽ അതേ റേറ്റിംഗ് തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാത്ത ഒരു ആഴ്ച തന്നെയാണ് ഇത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ന്യൂസ് ചാനൽസിലായിരുന്നു, പക്ഷെ അതിനൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. പകരം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഡ്രോപ്പാണ് പൊതുവെ ന്യൂസ് ചാനൽസിന്റെ റേറ്റിംഗിൽ വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വീക്ക് ഈ ആഴ്ച നെക്സ്റ്റ് വീക്കിൽ ഒരു ഇലക്ഷൻ കൂടി വരുന്നുണ്ട്. ഒരു ഇലക്ഷന്റെ ഡാറ്റ കൂടി വരും. കാരണം വെച്ചാൽ ഇത് എന്താ പറയാ, പാലക്കാട് ഇലക്ഷന്റെ ഒരു ചൂട് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ വയനാടിന്റെ ഒരു റേറ്റിംഗിന്റെ ഒരു വിശകലനം നോക്കിയിട്ട് അടുത്ത ആഴ്ചയും അങ്ങനെ വലിയൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു ചേഞ്ച്, ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു 88-നും 93-നും ഇടയ്ക്കുള്ള ഒരു റേറ്റിംഗിൽ അവർ ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ആൻഡ് റിപ്പോർട്ടർ സെക്കൻഡ് പൊസിഷനിൽ കീപ്പ് ചെയ്യും. ഒരു 73 തൊട്ട് 78 വരെയുള്ള ഇടയിലുള്ള പോയിന്റ്സ് ആയിരിക്കും അവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ആൻഡ് 24 ന്യൂസ് ഡെഫിനറ്റ്ലി ആ ഡ്രോപ്പിന്റെ കുറച്ച് ചിലപ്പോൾ ഒരു ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഒരു 56-59 അവർ ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് മനോരമ 40-44, മാതൃഭൂമി 30-35, ജനം 20-26, കൈരളി ന്യൂസ് 20-27, ന്യൂസ് 80 10 മുതൽ 14 വരെ, ആൻഡ് മീഡിയ 1 8 മുതൽ 12 വരെ. ഇതായിരിക്കും നമ്മുടെ ഒരു ഏകദേശം അടുത്ത ആഴ്ചയിലുള്ള ഒരു ഫോർകാസ്റ്റിംഗ്. ഈ വെള്ളിയാഴ്ച വരെയുള്ള ഒരു ഹാപ്പനിങ്സ് നോക്കിയിട്ട് ഉള്ള ഒരു റേറ്റിംഗ് ഗ്രോത്ത് അതാവാൻ സാധ്യതയുള്ളത്. എന്തായാലും നമുക്ക് ഈ ആഴ്ച പ്രത്യേകിച്ച് മീഡിയയിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി വിശേഷങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആസ് യൂഷ്വൽ എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നില്ല. അടുത്ത ആഴ്ച കാണുന്നവരെ ബൈ.